പത്രമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിക്കക്കള്ളിയില്ലാതെ നയനയ്ക്ക് ഓഫീസിലേക്ക് വരേണ്ട അവസ്ഥയാണ്. അതായത് ക്ലയൻസ് വരുമ്പോൾ ക്ലയൻസിന് ആ വരച്ചു കൊടുത്ത ഡിസൈനിൽ മാറ്റം വരണമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ശ്രേയ എങ്ങനെയെങ്കിലും ഓഫീസിലെത്തണമെന്ന് പവിത്രയോട് ആദർശ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പവിത്രയെ ആദർശ് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ MD സ്ഥാനം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, മൂർത്തി ജ്വല്ലറിയുടെ പഴമയും പേരും നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് വേണ്ടി തീർച്ചയായും താങ്കൾ ഈ ഓഫീസിലെത്തിയേ പറ്റുള്ളൂ എന്ന് സ്വന്തം ഭാര്യയാണ് ഈ ശ്രേയ എന്നറിയാതെ ഫോണിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വഴിയില്ലാതെ ശ്രേയ എന്ന നയന ഓഫീസിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രേയയെപ്പറ്റി നയനയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് ഇത്രയും നല്ല എഫിഷ്യൻസിയുള്ള ഡിസൈൻ വരയ്ക്കാൻ കഴിവുള്ള ടാലൻ്റുള്ള ആ കുട്ടിയെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒട്ടും ശരിയായ കാര്യമല്ല എന്ന് നയനയോട് പറയുന്നുണ്ട്. അപ്പം നയന ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ സാഹചര്യം അതായതുകൊണ്ടാകും ഒരു പക്ഷേ എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിയുടെ ഹസ്ബൻഡ് അങ്ങനെയുള്ള ഒരാളായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ഭാര്യ കഴിവുള്ളവളാണെന്ന് അറിയുന്നതിന് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. പിന്നെ നീ ഇന്നലെ രാത്രി ഞാൻ ഉണർന്നപ്പോൾ അവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു ഞാൻ ഇതുപോലെ ആദർശേട്ടൻ്റെ കൂർക്കം വലി കേട്ടിട്ടാണ് ഞാൻ എണീറ്റ് പോയെന്ന് പറഞ്ഞു. അതിന് നീ അനാവശ്യമൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ കൂർക്കമൊന്നും വലിച്ചില്ല എന്ന് പറയുന്നു. അതല്ല കൂർക്കം വലിച്ചായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ എന്തായാലും അമ്മയെ ഒന്ന് കാണട്ടെ, അമ്മയാണ് എന്നെ ഇത്രയാക്കി. നിനക്കറിയാത്ത പഴയ കഥകളുമുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഏകദേശം 12 വയസ്സ് വരെയോളം എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. അന്ന് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം മാറ്റിയെടുത്തതും എന്നെ ഇങ്ങനെ ആക്കിയതും. അപ്പോൾ അമ്മയെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് നടന്നാലെന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട് ഭാര്യയെ കണ്ടിട്ട് പോയാലും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കുമെന്ന് പറയുന്നു. എന്തായാലും ഞാൻ അമ്മയെ കണ്ടിട്ട് പോകട്ടെ എന്ന് പറയുന്നു. ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ ചെന്നതിന് ശേഷം പവിത്രയോട് പറയുന്നുണ്ട്, പവിത്ര ഇന്ന് ചിലപ്പോൾ ശ്രേയ വരേണ്ടി വരും. അതിനുശേഷം ക്ലയൻറ്റിനെ കാണുന്നു. ക്ലയൻറ്റ് കറപ്ഷൻ വേണമെന്ന് പറയുന്നു. പവിത്രയ്ക്ക് നിക്കക്കളിയില്ലാതെ ശ്രേയ എന്ന നയനയെ വിളിക്കുന്നു. നയനയെ വിളിച്ചിട്ട് ആദർശ് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നയനയെ ഓഫീസിലേക്ക് വരുത്തുന്നു എന്നത് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ എപ്പിസോഡുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.